ഒന്നും പറഞ്ഞില്ല. ചേട്ടൻ്റെ ഈ പേര് അതല്ലേലും അവസാനം എല്ലായിടത്തും പ്രശ്നം എൻ്റെ ഈ പേര് തന്നെയാണ്. ഇതിൽ നല്ലൊരു മോളെ എൻ്റെ മോന് കിട്ടും. ചേട്ടനെ അച്ഛൻ്റെ സെൻറ്റിമെൻറ്റ്സും വെച്ചുകൊണ്ടിരുന്ന ജന്മം പെണ്ണിട്ടോന്ന് എനിക്ക് തോന്നണം. ഗന്ധർവൻ. ഗന്ധർവനോ? എടി പേരിൻ്റെ ഇതിനകത്തുള്ള ഈ വിഷമം തീർക്കാൻ വേണ്ടി ഒരു കൂട്ട്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി അവരെങ്ങനെ ഓക്കെ പറയാൻ വിളിക്കുകയാണെങ്കിലോ? ഹലോ 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 ഹലോ, ഹലോ ഗന്ധർവനല്ലേ? അതെ, ആരാ? ഇന്നൊരു കൊറിയർ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഞാൻ അടുത്ത ദിവസം വന്ന് വാങ്ങിച്ചോളാം. അയ്യോ, ഞാൻ അത് പറയാൻ വിളിച്ചതല്ല. എൻ്റെ പേര് മായ എന്നാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്നെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു യെല്ലോയും വൈറ്റും കുർത്തിയാണ് ഇട്ടിരുന്നത്. മനസ്സിലായോ? അതെ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാനേ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇതിൻ്റെ അമ്മ വിളിക്കണു. ഉണ്ട്, ഞാൻ കേട്ടില്ലല്ലോ. എടാ, കേൾക്കാത്തൊരു വിഷയമല്ല. അമ്മമാർ വിളിച്ച ചെല്ലണം. മൂത്തവനാ ഞാൻ കേട്ടോ വിളിച്ചത്. നീ ചെന്നേ. ആ വീറിന് കാശിക്കുന്നത് ഞാൻ പോടാ. ഹലോ. ആ ഹലോ. ഇവിടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യം. കുട്ടി എന്തിനാ വിളിച്ചത്? അതെ, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കാണാലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടൗണിലുള്ള പബ്ലിക് ലൈബ്രറി ഇല്ലേ, അവിടെ ഒരു 11 മണി മുതൽ ഞാൻ ഉണ്ടാവും. പബ്ലിക് ലൈബ്രറിയില്ലേ? 11 മണി മുതൽ? ഓക്കെ. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്, ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാ നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ്. അത്ര പെട്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അതെ, എന്നെയല്ല ചേട്ടനെ വിളിച്ചത്. അത് എന്നെ എന്തിനാ വിളിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് എന്നെ വിട്ടത്. ഇപ്പം അങ്ങനെ എന്തെങ്കിലും അവിടെ വിളിക്കുന്നുണ്ട്. അതെ, എൻ്റെ പേഴ്സിലേ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അപ്പം നീ പോയിട്ട് 2 അല്ലെങ്കിൽ വേണ്ട 3 പേര് മേടിച്ചോ. ഓക്കെ? അല്ല, നേരത്തെ പറഞ്ഞപ്പോൾ കയ്യിൽ കാശില്ലെന്നപ്പോൾ നീയേ ബാധിച്ച കാര്യം അന്വേഷിക്കണ്ട, സാധനം മേടിച്ചായി. ഓക്കെ? എനിക്കൊരു പെണ്ണുണ്ട്, ലൈബ്രറിയിലുണ്ട്. കറക്റ്റ് ലൈബ്രറി ആയിരിക്കണേ. ഈ ഉടക്കത്തൊണ്ടിൻ്റെ വില എവിടെയാണോ? ഇതേതാ തണ്ടി? എന്താ വേണ്ടേ? രാമകഥ രസവാഹിനിയുണ്ട്. ആ ഉണ്ട്. മരങ്ങൾ നട്ട മനുഷ്യോ? അതുണ്ട്, എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. അല്ല, അങ്ങോട്ടല്ല, ഇങ്ങോട്ട് വേണോ? അല്ല, അപ്പം മെമ്പർഷിപ്പ് വരും. എന്തൊക്കെ അറിയണം. ഇതല്ല. ഹായ്. ഹായ്. ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഞാനിവിടെ അടുത്തുള്ള ബിൽഡിങ്ങിലെ PSC കോച്ചിങ് പഠിക്കണേ. അപ്പോൾ അതാ ഇവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ. അല്ല, അപ്പം കൊറിയർ ഓഫീസിൽ ജോലി? അത് ഉച്ച കഴിഞ്ഞിട്ട് പോവും. പിന്നെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പോവും. ഗന്ധർവൻ എന്നാണോ ഫുൾ നെയിം? അതെ. പെട്ടെന്നൊരു പെൺകുട്ടി പാതിരാത്രി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ മോശം വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ വിചാരിച്ചേ? അല്ല, എന്തിനാ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? അല്ല, ശരിക്കും എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അത് പറയാം, പക്ഷെ ഇന്നലെ ശരിക്കും മുങ്ങിയതല്ലേ? അത് എനിക്ക് കൊറോണത്ര അത്യാവശ്യം ഇല്ലായിരുന്നു. പിന്നെ ഒരു ഫോൺ വന്നപ്പോൾ അങ്ങനെ പോയതാ. എടോ, തൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒളിച്ചോടാൻ തുടങ്ങിയ എവിടെ വരെ ഓടും? വാ, ഇരുന്ന് സംസാരിക്കാം.
നേരത്തെ പറഞ്ഞ വിഷമായോ? ഏയ് എടോ, സ്വന്തം പേരുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ നല്ലതോ ചീത്തയോ സംഭവിക്കാത്തോടത്തോളം അവർക്കതൊരു പേര് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നെയിം ഈസ് ജസ്റ്റ് ഐഡൻറ്റിറ്റി എന്നൊരു ഇംഗ്ലീഷ് കോട്ടും. തനിക്കറിയോ, നമ്മളൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് അയാൾ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്കുള്ള ആദ്യത്തെ കീയാണ് നമ്മുടെ പേര്. അതിൽ പോയാൽ എല്ലാത്തിനും പോയില്ലേ. ഇപ്പോൾ താൻ തന്നെ ആലോചിച്ചു നോക്കി, പേരിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് താൻ ചോദിച്ചോ? അയ്യോ, അത് പിന്നെ കുഴപ്പമില്ല, കൈയാക്കണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അതുകൊണ്ടല്ല. ഒരു 3 മാസം മുന്നേ വരെ ഇതേപോലെ തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാനും. എൻ്റെ പേര് മാറ്റുന്നവരെ. ഓ, ആദ്യമൊക്കെ പുതിയ പേര് വിളിച്ച് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പിന്നെ പിന്നെ ഞാൻ മറ്റാരുടെ ഉള്ളിലാണെന്നുള്ളൊരു തോന്നൽ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയുടെ പേര് വിളിക്കുമ്പോൾ കേൾക്കുന്നൊരു സുഖം വേറെ തന്നെയല്ലേ. അത് ശരി. അല്ല, അതിന് ഞാൻ പേര് മാറ്റാമെന്ന് ആലോചിച്ചിട്ടില്ല കേട്ടോ. അതെല്ലേ, ഇന്നലെ അവിടെ വന്നിട്ട് വിഷമിച്ച് പോണ കണ്ടപ്പോൾ എനിക്കെന്തോ അതാ ഞാൻ ഇന്ന് മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. അല്ല, അപ്പം അത് ചോദിക്കാനാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അതുമാത്രമല്ല, അത് ഇത്രയൊക്കെ ചോദിച്ചില്ലേ, ഇനിയിപ്പോൾ അത് ചോദിക്കാനേ പാട്. താൻ ചോദിക്കും. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ പേരുകളെ കുറിച്ചൊരു ബുക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ അതിനൊരു റെഫറൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത്രേ ഉള്ളൂ. താൻ ചോദിച്ചോ, ഞാൻ പറയാം. ആണോ? താങ്ക്സ്. നിൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണതാരാണ്? പണ്ടേ എൻ്റെ കരളിൽ പ്രേമ കവിതകൾ എഴുതിയ നീയാണ്. മുത്തേ നിന്നുള്ളിൽ നൊമ്പരമൊത്തിരി വിതറിയതാരാണ്? പണ്ടേ എൻ്റെ കാതിൽ പ്രേമ സരിഗമ പാടിയ നീയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവം. കറക്റ്റ് ചെയ്തത്. എത്ര മണിയായി? 1:30-2 മണി. അയ്യോ, എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് ക്ലാസ്സിന് സമയമായി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എപ്പോൾ വായിക്കാൻ പറ്റും സ്റ്റോറിയുടെ? ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ വാട്സാപ്പ് ചെയ്യാം. ശരി. അതെ, ഇന്നലെ വിളിച്ചല്ലാട്ടോ എൻ്റെ വാട്സാപ്പ് നമ്പർ. ഞാൻ സേവ് ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. അപ്പം ശരി. ഓക്കെ. അല്ല, തൻ്റെ ആ പഴയ പേര് പറഞ്ഞില്ല. കുന്തവി. ഗന്ധർവന്റെ കുന്തവി. ഞാൻ തളരുമ്പോൾ തിരയുന്നതെന്താണ്? കൽക്കണ്ട കനിയെ നിന്നഴകോലും മുഖമാണ്. തോളോരം ചായുമ്പോൾ ഇവനിൽ നിവരമാണ്. കണ്ണീരിൻ നോവാറ്റും കനിവിൻ്റെ കടലാണ്. മുത്തേ നിൻ കണ്ണിൽ പുഞ്ചിരി മുത്തുകൾ വിതരണതാരാണ്? കരളിൽ പ്രേമ കവിതകൾ എഴുതിയ നീയാ.